ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 41-ാമത്തെ വാക്യം. താൻ നഗരത്തെ സമീപിച്ച് അതിനെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് താൻ കരഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. യെരുശലേം ദേവാലയത്തിലേക്ക് വരുന്ന ക്രിസ്തു, തൻ്റെ കൂടെ ആബാലവൃന്ദം ജനങ്ങൾ തനിക്ക് മഹത്വവും പുകഴ്ചയും നൽകുന്ന സമയം. എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് അതിവേദനയിലാണ് എന്ന് നമുക്ക് ഈ ഒരു വാക്യത്തിലൂടെ കാണുവാൻ സാധിക്കും. സന്തോഷത്തിൻ്റെ സമയം, ആഹ്ലാദത്തിൻ്റെ സമയം, ജനങ്ങളെല്ലാം അവർ തങ്ങളുടെ രക്ഷകനെ, തങ്ങളുടെ രാജാവിനെ ആനയിക്കുന്ന സമയം. എന്നാൽ ആ രാജാവിൻ്റെ മനസ്സ് പിടയുകയാണ്. യേശു സമ്പൂർണനും എല്ലാം അറിയുന്നവനുമാകയാൽ അവൻ യെരുശലേം ദേവാലയത്തെ കണ്ട് കരയുകയാണ്. കാരണം അത് ക്രയവിക്രയം നടത്തുന്ന ഒരു കച്ചവട സ്ഥലമായി മാറിയിരിക്കുന്നു. ദൈവികതയ്ക്ക് പകരം ഭൗതികത ആവശിച്ചിരിക്കുന്ന തൻ്റെ ദേവാലയം. ഇന്ന് ആർപ്പ് വിളിക്കുന്ന ഈ ജനം ഏതാനും ദിവസം കഴിയുമ്പോൾ തനിക്കെതിരെ തിരിയുമെന്നുള്ള ഒരു ഉൾക്കാഴ്ചയിൽ മനം പിടയുന്ന ക്രിസ്തു, ശത്രുക്കൾ യെരുശലേമിന് ചുറ്റും പാളയമടിക്കുകയും പട്ടണം തകർക്കപ്പെടുകയും ചെയ്യുന്ന രംഗം മനസ്സിൽ കാണുന്ന ക്രിസ്തു. അങ്ങനെ പല കാരണങ്ങളാൽ ക്രിസ്തു ആ നഗരത്തെക്കുറിച്ച് അതിവേദനയിൽ വിലപിക്കുകയാണ്. ആ പട്ടണത്തെക്കുറിച്ച് ആലോചിച്ച് കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി വരികയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മളെക്കുറിച്ച് വിലപിക്കുന്നുണ്ടാവുമോ? അറിയില്ല അല്ലേ? ക്രിസ്തുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ നമ്മുടെ പ്രവൃത്തികൾ കണ്ട്, നമ്മുടെ ക്രയവിക്രയ മനസ്സ് കണ്ട്, നമ്മുടെ ദുഷ്പ്രവൃത്തികൾ കണ്ട് അവൻ ഇന്ന് വിലപിക്കുന്നുണ്ടാകുമോ? നമുക്കറിയാം, നമ്മുടെ കർത്താവ് വിലപിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന ശിക്ഷാവിധിയെ ഓർത്ത് അവൻ വിലപിക്കുകയാണ്. മനുഷ്യൻ്റെ ശിക്ഷാവിധിയിൽ സന്തോഷിക്കാതെ മനുഷ്യനോട് കാരുണ്യം കാണിക്കുന്ന ക്രിസ്തു, ആരും നശിച്ചു പോകാതെ എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു, പാപികളോട് കോപിക്കാതെ അവരിലേക്ക് തൻ്റെ സമൃദ്ധമായ സ്നേഹം വർഷിക്കുന്ന നമ്മുടെ ക്രിസ്തു, എന്നിലേക്കും നമ്മളിൽ ഓരോരുത്തരിലേക്കും അവൻ്റെ സ്നേഹം സമൃദ്ധിയായി അവൻ വർഷിക്കുവാൻ, നമ്മുടെ നല്ല പ്രവൃത്തികളും നമ്മുടെ നല്ല ചിന്തകളും നമ്മുടെ നല്ല ഹൃദയവിചാരങ്ങളും അവൻ കാണുവാനും അവൻ നമ്മളെക്കുറിച്ച് സന്തോഷിക്കുവാനും ഇടവരുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.